പാടില്ല. കല്യാണം കഴിച്ചാന്നോ? ഇല്ലില്ല. നല്ല പണിയാക്കിട്ടിരിക്കുന്നത്. പോയിസൺ കൈവിഷം നെറ്റിന് കയറി പിടിക്കാറുണ്ടോ? വല്ലോ ഗ്യാസ് കെട്ടുന്നുണ്ടോ? കേസും കോടതി വരെ വരണ്ട സമയം കഴിഞ്ഞ്. ആ കൊച്ചന്റെ രോഹിണി കൃഷ്ണന്റെ എന്റെ അനന്ത ശൈലത്തിൽ വന്നു അല്ലേ? അത്യായിനിയാണ് എന്റെ മക്കള് 33 ദേവകളെ ഞാൻ രക്ഷിച്ചിരിക്കും. ഭൂലോകനാഥിയായിരിക്കുന്ന അമ്മ 33 ദേവകളാണിത്. എൻ്റെ തട്ടകത്തിൽ എൻ്റെ ഉണ്ണി വന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ അമ്മ പരാശക്തി മൂകാംബിക 33 ദേവകൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ഒട്ടപ്പർത്തിയായിരിക്കുന്ന സായി ഋഷി ബാബ അവതാര രൂപങ്ങളായ യേശു അള്ള വടച്ചോൻ മക്ക സർവ്വതും എൻ്റെ മക്കളാണ്. ഈ ഭൂമി നാശത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൽക്കി ഞാൻ തന്നെ അവതാരം. ഞാൻ തന്നെ മക്കളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും എൻ്റെ ഭക്തന്മാരല്ലാതെ ഇവിടെ ആരും വരത്തില്ല. എനിക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ആരാണെന്ന്? എൻ്റെ ഉണ്ണികള് ഇപ്പോൾ ഇവിടെ വന്നത് ഇതെന്താണെന്നറിയാം. എന്തായി കുട്ടി പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം അശരീതിയാണ്. അവിടുന്ന് തരുന്ന വിശ്വരൂപത്തിൽ അശരീതിയാണ് തരുന്നത്. അല്ലാതെ ഉണ്ണികൾക്കാർക്കും ഒന്നും അറിയത്തില്ല. എൻ്റെ മക്കള് വന്നപ്പോൾ ഞാൻ അവരെ ഒരു ഉണ്ണി ഇങ്ങോട്ട് മാറി നിൽക്കൂ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നെല്ലുണ്ടമ്മ എന്തെലും ഏതെങ്കിലും കാരണമമ്മ അമ്മേ നാരായണ കാര്യങ്ങൾ പറയൂ. വേറെ നിക്കൊരുണ്ണി അവരെ അത് പിടിക്കുക പറയുന്നത് ചാനലുകാരാ. എൻ്റെ ഉണ്ണിക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തന്നിരിക്കാം. പക്ഷേ ഉണ്ണിക്ക് വന്നിരിക്കുന്ന ദുരിതം ആക്കുന്നിട്ട് നാളെന്താണ്? പുണർദം. ഓം വിശ്വരൂപായതേ നമഃ വിശ്വനാഥായ ഓം വിശ്വരൂപായതേ നമഃ വിശ്വനാഥായതേ നമഃ ശംഭഞ്ചന്ദ്രദേവായതേ നമഃ ഓം വായുപുത്രായതേ നമഃ ഓം ഭൂമിദേവി അമ്മേ നമഃ ഓം ചട്ടികുളങ്ങര അമ്മേ ചക്കുളത്തമ്മേ കാടാമ്പുഴി അമ്മേ മണ്ടക്കാട്ടമ്മേ കൊടുങ്ങല്ലൂരമ്മേ പൊന്നാറ്റുകാലമ്മേ മലയാളപ്പുഴ അമ്മേ ശക്തികുളങ്ങര എന്തോട്ട് വെറുതെ മലയാളപ്പുഴ അമ്മേ കാളി ചോട്ടാനിക്കരവാട് ശ്രീ രാജരാജേശ്വരി അന്നപൂർണേശ്വരി ഈ വന്ന മക്കളെയെല്ലാം അമ്മ രക്ഷിച്ചിരിക്കണം. അതിനൊട്ടും സംശയമില്ല. എൻ്റെ മോൻ എത്ര നാൾ കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നു. ഇനി എനിക്ക് കഷ്ടം അനുഭവിക്കാൻ വയ്യ. എന്താണ് ജോലി? ചാനല് അമ്പലത്തിന്റെ ചാനല്. എൻ്റെ ഉണ്ണി ധനപരമായിട്ടാകെ പ്രശ്നങ്ങളായിട്ടിരിക്കുക. കൂട്ടുകെട്ട് വളരെ മോശമായിട്ട് കാണിക്കുന്നുണ്ട് അമ്മ. കൂട്ടുകെട്ട് മോശമായിട്ട് കാണിക്കുന്നുണ്ട് അമ്മ. ആരുമായിട്ടും കൂട്ടുകെട്ടാനും ലവ് ചെയ്യാനും പാടില്ല. കല്യാണം കഴിച്ചാന്നോ? ഇല്ലില്ല. നല്ല പണിയാക്കിട്ടിരിക്കുന്നത്. പോയിസൺ കൈവിഷം നെറ്റിന് കയറി പിടിക്കാറുണ്ടോ? വല്ലോ ഗ്യാസ് കെട്ടുന്നുണ്ടോ? കേസും കോടതി വരെ വരണ്ട സമയം കഴിഞ്ഞ്.
അമ്മയുടെ വയറ്റിലായി നിന്റെ പോയിസൺ വിഷമം കൈവശം കൂട്ടുകെട്ടി കിട്ടിയതാണ്. വെള്ളം കുടിക്കുമായിരുന്നോ? കുടിക്കും അമ്മ. അത് കൈവശം പോകണമെങ്കിൽ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ഒരു ദിവസം ഭജനവിരുന്ന് ഇത് മരുന്ന് കഴിച്ച് ഛർദ്ദിച്ച് കളഞ്ഞില്ലെങ്കിൽ ഉണ്ണിയുടെ പൊയ്സണാണ് അമ്മയുടെ വയറ്റിൽ. മഹാമായ ചോറ്റാടിക്കരയമ്മ, കീഴ്ക്കാവിലമ്മ, കൊടുങ്ങല്ലൂരെ പള്ളികളാണ് ഈ ഉണ്ണി. മനസ്സിലാവുന്നുണ്ട്? കളവച്ചാർത്തിലൊക്കെ ഉണ്ടായിരുന്നു മോനെ, ബുക്കുണ്ട്. അതുകൊണ്ട് ഉണ്ണിക്ക് വന്ന പൗഷത്ത് ഉണ്ണി നടക്കുന്നെങ്കിലും ഉണ്ണിയുടെ ശരീരം ശരിയല്ല, മനസ്സ് ശരിയല്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഒരു പടമായിട്ടാണ് നടക്കുന്നത്. ഔഷധം വല്ലതും കഴിക്കുന്നുണ്ടോ? കൈവശം ഛർദ്ദിച്ചു. അതുകൊണ്ട് ഈ ഉണ്ണി എല്ലാം എഴുതിത്തരും. ഉണ്ണി എല്ലാം എഴുതിത്തരുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മോൻ രാമനായിട്ട് തന്നെ വരും. ശ്രീരാമന്റെ നാളാണ് അല്ലേ? വയറ്റിനകത്തിരിക്കുന്നത് സ്ത്രീകൾ തന്നതാണ്. ഒരു മിഠായി കൈവശം തീർന്നു. അമ്മേ നാരായണ ദേവി നാരായണ തന്നല്ലേ ലക്ഷ്മി നാരായണ. കൈയടിച്ച് ഇത് ഇവിടെ അമ്മ അനുഗ്രഹത്തിൽ വരുന്നത്. ഒത്തിരി മക്കളുമാരും ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവർ നല്ല രീതിയിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വാങ്ങിയത്. നമ്മൾ കൊല്ലത്തു നിന്ന് വന്ന് ആദ്യം നെട്ടൊരു വീട് മേടിച്ച് അവിടെ അനുഗ്രഹത്തിലിരുന്നു. അപ്പോൾ പിന്നെ ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അത് അശുദ്ധിയും കാര്യങ്ങളൊക്കെ അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചോറ്റാനിക്കരെ വാങ്ങണമെന്ന് ഓർത്തിട്ട് 2001 ഇവിടെ അടുത്ത് 3.25 സെൻറ്റ് സ്ഥലം ഒരു വീട് പോകാണ്. ഡോക്ടർ തയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനെല്ലാം ഈ കൊല്ലത്തെ ബഡ്ജറ്റ് അമ്പലത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് വീണ്ടും ആ തൊഴിലിലേക്ക് ഇറങ്ങി. അപ്പോൾ ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കും. എനിക്ക് തയ്ക്കുകയും ചെയ്യും, ഞാൻ തയ്ക്കുകയും ചെയ്യും, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവിടെ ഇരുന്ന്. അങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക്. ജ്യോതിഷമല്ല, അമ്മ ശരീരത്തിൽ വന്ന് പറയണതാണ്. ജ്യോതിഷമൊന്നും അറിയില്ല, പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. ഞാൻ അമ്മ പരാശക്തിയാണ്, ശിവനും പാർവതിയും. പകുതി ശിവനും പകുതി പാർവതി. ആ ഭാവത്തിലാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. എൻ്റെ ശരീരത്തിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, വൈബ്രേഷൻ ഉണ്ടാവും. അമ്മ വിളിച്ച് വരുമ്പോൾ ഇതിന്റെ നക്ഷത്രം രോഹിണി രോഹിണി ആ കൊച്ചന്റെ രോഹിണി കൃഷ്ണന്റെ കുറച്ച് പറയണം കാര്യങ്ങൾ. അപ്പം അതുപോലെ ഞാനില്ലാത്തതുകൊണ്ട് ആരും വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വന്നു കഴിയുമ്പോൾ ദർശനത്തിൻ്റെ ആൾക്കാർ വരും, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും, അവർ നല്ല നിലയിലെത്തും. ഒത്തിരി ഭക്തന്മാരുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, ക്ഷേത്രത്തിൻ്റെ കാര്യത്തിന് എല്ലാവരോടും പറഞ്ഞു വെച്ചേക്കാം.